നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുഞ്ഞുണ്ണി അനുസ്മരണ സമിതിയുടെ 6ാമത് കുട്ടേട്ടൻ സാഹിത്യ പുരസ്കാര സമർപ്പണവും കുഞ്ഞുണ്ണി സ്മൃതിയും വലപ്പാട് നടന്നു. ഹമീദ് കാക്കശ്ശേരി സ്മാരക അവാർഡ് സംഗീത സംവിധായകൻ ജോസ് കൊടുങ്ങല്ലൂരിന്. കാക്കാതിരുത്തി ഷംസുൽ ഉലമ സ്മാരക സൗധം 15ാം വാർഷിക സമ്മേളനം KP ധനപാലൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുഞ്ഞുണ്ണി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ 6ാമത് കുട്ടേട്ടൻ സാഹിത്യ പുരസ്കാര സമർപ്പണവും കുഞ്ഞുണ്ണി സ്മൃതിയും വലപ്പാട് അതിയാരത്ത് വീട്ടിൽ നടന്നു. ദൂരദർശൻ ന്യൂസ് റീഡർ K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ വർഷം ഒരു യുവജന ക്യാമ്പ് കൂടി നടത്തി. അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. ഞങ്ങളിങ്ങനെ ഒരുപാട് പേർ കേരളത്തിലെ പല കോളേജുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ കർണാടകരി അടാട്ട് ബസ്സിറങ്ങി ആശ്രമത്തിലേക്ക് നടക്കുമ്പോൾ അതിന്റെ മുൻപിൽ ആശ്രമത്തിന് മുൻപിൽ കണ്ടത് ഈ അർച്ചനജ്ഞനായ ഫക്കീറിനെ. എന്താണ് വൈകിയത് എന്നുള്ള മട്ടിൽ ഞങ്ങളുടെയൊക്കെ വളരെ ചോദ്യചിഹ്നത്തിൽ അങ്ങനെ ഒരു മുഖത്തോടുകൂടി ഞങ്ങൾ നോക്കി. 5 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് 4:30 ആയല്ലോ, ഒരു 4 മണിക്ക് എത്തേണ്ടിയിരുന്നില്ലേ എന്നുള്ള മട്ടിൽ ഞങ്ങൾ അപരിചിതരായ ഞങ്ങൾ ഒരു കൂട്ടം കുട്ടികളെ നോക്കി നിൽക്കുന്ന മറ്റൊരു അർച്ചനജ്ഞനായ ഫക്കീറിന്റെ മുൻപിലാണ് ഞങ്ങൾ 75 ചെന്നപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ ആശ്രമവുമായിട്ട് ഇപ്പോഴും എനിക്ക് നല്ല ബന്ധമുണ്ട്. ആശ്രമത്തിലെ അപ്പോഴും ഇപ്പോഴുമുള്ള എല്ലാ സന്യാസ ശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും ഓർക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, ആ 3 ദിവസത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ആധ്യാത്മിക അന്തർയോഗത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് നൽകിയതും ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നു കയറിയതും കുഞ്ഞുണ്ണി മാഷായി. കൊടുങ്ങല്ലൂർ CI M. സുരേന്ദ്രൻ അധ്യക്ഷനായി. ലത്തീഫ് പറമ്പിൽ, കൽപ്പറ്റ നാരായണൻ, വർഗീസ് മേച്ചേരി, ഗോവിന്ദൻ മാസ്റ്റർ, ഉഷ കേശവരാജ് എന്നിവർ സംസാരിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ വന്നു ചേരേണ്ടതുണ്ട്. അത് ജന്മത്തിന്റെ കടമാണ്. ഈ ജന്മം കൊണ്ട് വീട്ടിൽ തീർക്കാൻ സാധിക്കുന്നതല്ല കുഞ്ഞുണ്ണി മാഷെ പോലുള്ള ഗുരുക്കന്മാരോടുള്ള കടം. ആ കടം കൊണ്ടാണ് ഈ ലത്തീഫ് പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 92-ൽ അദ്ദേഹത്തിന് കൈവന്ന ഒരു അക്ഷരത്തിലെ ഒരു കുറിപ്പിലെ സ്നേഹം തീണ്ടി ജീവിതാന്ത്യം വരെ കുഞ്ഞുണ്ണി എന്ന മഹാനായ ഗുരുവിന് കടപ്പെട്ടു പോയതുകൊണ്ടാണ്. എത്ര ബുദ്ധിമുട്ടിയാണ് ലത്തീഫ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം. അതിനകത്തൊരു കൂടെ ഉള്ളത് ഉഷച്ചേച്ചിയാണ്. ഉഷച്ചേച്ചി ഇതേപോലെ കുഞ്ഞുണ്ണി ബാധിച്ച ഒരാളാണ്. കുഞ്ഞുണ്ണിയുടെ ബന്ധു എന്ന നിലയ്ക്ക് മാത്രമല്ല, കേശവരാജായാലും അങ്ങനെ കുഞ്ഞുണ്ണി മാഷ് ബാധിച്ച കുറെ ആളുകളുണ്ടായിരുന്നു. ഒരു തലമുറ, നേരത്തെ സൂചിപ്പിച്ചു, ഒരു തലമുറ, ബാലകൃഷ്ണൻ പറഞ്ഞു, ഒരു തലമുറയെ വാക്കായി വെളിച്ചമായി അനുഗ്രഹിച്ച കവിയാണ്, ഗുരുനാഥനാണ്, വഴിയും വഴികാട്ടിയുമാണ്. പല അർത്ഥത്തിൽ എന്തൊക്കെയാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്ക് തന്നെ തെളിഞ്ഞ ഒന്നും പറയാറായിട്ടില്ല. കുഞ്ഞുണ്ണി മാഷ് ഒരു യുഗപുരുഷനെ പോലെ ഏറ്റവും ചെറിയവനായിരിക്കെ വലിയ വിരാട് രൂപിയായ വെളിച്ചമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപർണ, അൽതാഫ്, കീർത്തന ശശി, ഫാസില സലിം, സിത്താര സത്താർ, രാഹുൽ R. ശർമ്മ, ഉമ മധു, സോന ഭാസ്കർ, ദേവ് ദർശൻ, TP സ്വാതി എന്നിവർ കുട്ടേട്ടൻ സാഹിത്യ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മതിലകത്തെ ഹമീദ് കാക്കശ്ശേരി ഫൗണ്ടേഷൻ അവാർഡ് ഇക്കുറി സംഗീത സംവിധായകൻ ജോസ് കൊടുങ്ങല്ലൂരിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന ഹമീദ് കാക്കശ്ശേരിയുടെ സ്മരണ നിലനിർത്തുന്നതിനായി നൽകുന്ന അവാർഡ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ഗൾഫ് പ്രവാസികളാണ് നൽകുന്നത്. 50 ആണ്ടുകാലമായി സംഗീത രംഗത്ത് മികച്ച സംഭാവനകൾ അർപ്പിച്ചതിനാണ് ജോസിന് അവാർഡ് നൽകുന്നത്. 1000-ലധികം നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ഇദ്ദേഹം ഗാനമേള ട്രൂപ്പുകളിലും ബൈബിൾ ബാലകളിലും കഥാപ്രസംഗത്തിലും സജീവമാണ്. 1962-64 വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ച ഗായകനായിരുന്നു. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ഈ മാസം 27-ന് KP ധനപാലൻ MP ആണ് സമ്മാനിക്കുക. ഹംസ കാക്കശ്ശേരി ചെയർമാനും PS ജയൻ, ആസിഫ് കാക്കശ്ശേരി എന്നിവർ ചേർന്ന കമ്മിറ്റിയാണ് അവാർഡിന് അർഹനായ ആളെ കണ്ടെത്തിയത്. കയ്പമംഗലം കാളമുറി ശ്രീരഞ്ജനി കലാക്ഷേത്രത്തിന്റെ വാർഷികാഘോഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നിർവഹിച്ചു. കലാക്ഷേത്രം പ്രസിഡന്റ് BK ജനാർദ്ദനൻ അധ്യക്ഷനായി. കൈതാരം വിനോദ് കുമാർ, വസന്തൻ മാസ്റ്റർ, ഉല്ലാസ് വലിയ പറമ്പിൽ, ഗിരീഷ് വലപ്പാട്, സുദീപ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. എല്ലായിടത്തും കാണാൻ കഴിയുന്നതല്ല. പ്രസിഡന്റ് ഞങ്ങളുടെ തൃപ്തിയാറുള്ളത് തന്നെയാണ്. അവിടെയും നമ്മൾ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംരംഭം ഞാൻ കണ്ടിട്ടില്ല.
മാത്രമല്ല ഒരു കലാകാരനാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം പൈസ ഉണ്ടാക്കാനും ജോലി ചെയ്യാനും എല്ലാവർക്കും പറ്റും. പ്രശസ്തി നേടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് ടാലൻറ്റ് തന്നെ വേണം. അപ്പോൾ ആദ്യമായി കലാകാരന്മാർക്ക് സപ്പോർട്ട് വേണ്ടത് പാരൻസിൽ നിന്നാണ്. നായ വട്ടം ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ബൈക്ക് മറിഞ്ഞ് യാത്രികന് ഗുരുതര പരിക്ക്. ബൈക്ക് യാത്രികനായ എറിയാട് സ്വദേശി തലാശ്ശേരി പത്മനാഭന്റെ മകൻ അനിരുദ്ധനാണ് പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കയ്പമംഗലം കൂരിക്കുഴിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. തലയ്ക്ക് പരിക്കേറ്റ അനിരുദ്ധനെ ആക്ട്സ് പ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇനിയൊരു ഇടവേള.